ഇതിന്റെ താഴത്തെ വണ്ടി മാരുതിയുടെ 800 മാരുതിയുടെ 800 MPFI ആണ് മോഡല്. 2006 മോഡലാണ്. KL 50 രജിസ്ട്രേഷൻ വരുന്നത്. ഒരു സൈഡ് ക്ലിയർ ആയി കാണുന്നുള്ളൂ. വണ്ടി ആവറേജ് നീറ്റ് ആണ്. AC വരുന്ന വണ്ടി അല്ലേ? അത് AC ആണ് വണ്ടി. ഏകദേശം റേറ്റ് വരുന്നത് 48,000 രൂപ ചോദിക്കുന്നുള്ളൂ വണ്ടി കേട്ടോ. കുറയും. 2006 മോഡൽ അതിനെ കൊണ്ട് 2026 വരെയാണ് പേപ്പർ ഫിറ്റ് ആയിട്ടുള്ളത്. ലോണൊന്നും കിട്ടില്ല. പഴയ മോഡൽ വണ്ടി അതിനെ കൊണ്ട്. അത്യാവശ്യം ബോഡി ഷേപ്പ് കാണുന്നുണ്ട്. വന്ന കോലത്തിലാണത്. പൊടി പിടിച്ച് കിടക്കുന്നതായിരിക്കും. ശരി, നമസ്കാരം. ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് നാളത്തെ ശേഷമുള്ള വീഡിയോ ആണ്. കുറച്ച് ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് നല്ല തിരക്കിലായി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വിളാപ്പറമ്പ് ബൈപ്പാസിലായിട്ട് പൂളാടിക്കുന്ന് എന്നുള്ള ലൊക്കേഷനിലാണ്. മോട്ടോഴ്സിന്റെ ട്രൂ വാല്യൂലാണ്. ബ്രയോ എസ് വേരിയന്റ് ഉണ്ട്. റേറ്റ് വരുന്നത് 2.5 ലക്ഷം രൂപയ്ക്ക് അടുത്താണ്. 2018 മോഡൽ ഗ്രാൻഡ് ഐറ്റൻ ക്ലീൻ പീസ് വണ്ടി ഉണ്ട്. ലോ കിലോമീറ്റർ ആണ്. റേറ്റ് ചോദിക്കുന്നത് 4 ലക്ഷം രൂപയേ ഉള്ളൂ. കുറയുന്നുണ്ടാവും. ഫുൾ ലോണും കിട്ടുന്നുണ്ടാവും. വെറും 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 2018 മോഡൽ VDI ഡീസൽ അവസാനം ഇറങ്ങിയിട്ടുള്ള ബ്രസ ഉണ്ട്. അത്യാവശ്യം നല്ല കിഡിലൻ റേറ്റിലായിട്ട്. 2018 മോഡൽ സ്വിഫ്റ്റ് ഉണ്ട്. റേറ്റ് വരുന്നത് 5.25 6 മാസത്തോളം നമുക്ക് വാറന്റിയും കിട്ടുന്നുണ്ടാവും. 3 ഫ്രീ സർവീസും. അതിലെന്താ അത്ര ഹൈപ്പ് എന്ന് ചോദിക്കേണ്ട. മെയിൻ റേസ് എന്ന് പറഞ്ഞാൽ മാനുവൽ അല്ല, ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അത്യാവശ്യം നല്ല അടിപൊളി റേറ്റിലാണ് വന്നിട്ടുള്ളത്. ഫുൾ ലോണും കിട്ടുവേ. 6 മാസം വാറന്റി അടക്കം വരുന്നുണ്ട്. റേറ്റ് വരുന്നത് 5,000 ഫുൾ ലോണും കിട്ടുന്നുണ്ടാവും. 2028 വരെ വാറന്റി ഉള്ള മാരുതിയുടെ സ്വിഫ്റ്റ് ഡിസയർ ZSI പ്ലസ് AMT വണ്ടി വെറും 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 8.35 ചോദിക്കുന്നുണ്ട്. ഫുൾ ലോൺ കിട്ടുന്നുണ്ടാവും വിത്ത് വാറന്റി. 50 ലക്ഷം രൂപയ്ക്ക് ഏറ്റവും പുതിയ ബലേനോ ഉണ്ട്. പുതിയ വണ്ടിക്ക് ഏകദേശം 12 ലക്ഷം രൂപയ്ക്ക് അടുത്ത് റേറ്റ് വരുന്നുണ്ട്. ട്രൂ വാല്യൂവിന്റെ 1 ഇയർ വാറന്റി കിട്ടുന്നുണ്ടാവും. അതേപോലെ തന്നെ കമ്പനി വാറന്റി നിലവിലുള്ള വണ്ടിയാണ്. ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ വണ്ടി പോലെ തന്നെ 3 ഫ്രീ സർവീസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഏത് സ്പെയറിന് കംപ്ലൈന്റ് വന്നാലും കംപ്ലീറ്റ് സ്പെയർ ഫ്രീ ഓഫ് കോസ്റ്റ് റീപ്ലേസും ചെയ്ത് കിട്ടുന്നതാണ്. ഫുൾ ലോണും വാറന്റിയും അതേപോലെ തന്നെ നല്ല മിതമായിട്ടുള്ള റേറ്റിലുള്ള നല്ല കിടിലം പോലത്തെ വണ്ടികളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാനുള്ളത്. റേറ്റ് നിങ്ങൾക്ക് നോർമൽ വണ്ടികളായിട്ട് കമ്പയർ ചെയ്യുന്ന റേറ്റ് വ്യത്യാസം ഉറപ്പായിട്ടും തോന്നും. കാരണം വാറന്റി കൊടുക്കുന്ന വണ്ടിയുണ്ട്. കംപ്ലൈന്റ് വരുന്നത് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതിനെ കൊണ്ട് തന്നെ ചെറിയൊരു റേറ്റ് വ്യത്യാസം 100% ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മൾ വീഡിയോയിൽ പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ നോർമൽ വാറന്റി കിട്ടുന്ന വണ്ടികളെക്കാളും റേറ്റ് കുറവായിരിക്കും. പക്ഷേ മാർക്കറ്റ് റേറ്റ് വെച്ച് നോക്കുന്നേരം ചെറിയൊരു കൂടുതലായിരിക്കും മാത്രമേ ഉള്ളൂ. ടെൻഷൻ ഇല്ലാതെ ഒരു യൂസ്ഡ് കാർ മേടിക്കണം താല്പര്യപ്പെടുന്നവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഓരോ വണ്ടികൾ പരിചയപ്പെട്ട് തുടങ്ങാം. സോ മൂവിങ് ടു ദ വീഡിയോ. ഇതിനായിട്ട് അടുത്തത് നമ്മൾ ബ്രിയോ ആണ്. ഹോണ്ടയുടെ 2012 മോഡലാണ്. KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ്. ഏകദേശം 1 ലക്ഷം കിലോമീറ്ററിന് അടുത്ത് ഓടിയിട്ടുണ്ട്. സിംഗിൾ യൂസ്ഡ് ആണ് വണ്ടി. മെയിൻറ്റൈൻഡ് ആണോ? പ്രോപ്പർ മെയിൻറ്റൈൻഡ് ആണോ? റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. കമ്പനി സർവീസ് ആണ്. അവൈലബിൾ ആണ്. അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. S എന്നുള്ള വേരിയന്റ് ആണ്. OE എല്ലാ വീൽസ് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക. സ്റ്റിയറിംഗ് കൺട്രോൾസും വരുന്നുണ്ടാവും. S-ലേക്ക് വരുന്നേരം നമുക്ക് ഡ്യുവൽ എയർ ബാഗും കൂടെ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ടാവും. എയർ ബാഗ് തുറന്നു നോക്കുക, ചെക്ക് ചെയ്ത് നോക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലല്ലോ. റീപ്ലേസ് ഒന്നുമില്ല. ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. ഏകദേശം 1.2 ലിറ്റർ ഹോണ്ടയുടെ എഞ്ചിനിൽ നമുക്ക് ഏകദേശം 13-15 ശരാശരി മൈലേജ് കിട്ടുന്നുണ്ടാവും. മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എഞ്ചിന്റെ ഒരു സ്മൂത്ത്നെസ് ആണ്. ഡ്രൈവിംഗ് ഭയങ്കര സ്മൂത്ത് ആണ്. അറിയൂല വണ്ടി ഓടുന്നത്. അത്രയ്ക്ക് ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള എഞ്ചിനാണ്. ഏകദേശം നമുക്ക് റേറ്റ് അറിയണ്ടേ? 2,55,000 ചോദിക്കുന്നുള്ളൂ. അല്ല, ഞാൻ കുറച്ചിങ്ങനെ ഹൈപ്പ് പറഞ്ഞപ്പോൾ നിങ്ങൾ വലിയ വില പറയുന്ന വെച്ചാൽ നോക്കുന്ന 2.55 റേറ്റ് വരുന്നുണ്ട്. ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ട്? ഏകദേശം 2-2.25 വരെ നമുക്ക് പാസ്സാക്കാം. ഓക്കെ, 2.55 കുറയും. അതെ. 12 മോഡൽ അതിനെ കൊണ്ട് വാറന്റി ഒന്നും കിട്ടില്ലല്ലോ. ഇല്ലല്ലോ, 12 ആയതുകൊണ്ട് വാറന്റി കിട്ടില്ല. അത്രേ ഉള്ളൂ. ഓക്കെ, പക്ഷെ ഹോണ്ടയുടെ എഞ്ചിൻ അതിനെ കൊണ്ട് വിശ്വസിച്ച് എടുക്കാൻ വേണ്ടി പറ്റും. ഏകദേശം 15-16 അടുത്ത് മൈലേജും കിട്ടും. അല്ല, തല്ലി കൊന്നാലും ചാവില്ല. ടൊയോട്ട മാതിരി തന്നെ പെട്രോൾ എഞ്ചിൻ അല്ലേ. ഓക്കെ, മെയിൻ്റെനൻസും ഇല്ല. ഗ്രാൻഡ് ഐറ്റനാണ്. KL 10 മലപ്പുറം രജിസ്ട്രേഷൻ ആണ്. ഹ്യുണ്ടായി മാഗ്ന പ്ലസ് ആണ്. മാഗ്ന പ്ലസ് ആണോ? 1.2 ലിറ്റർ കാപ്പ എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവുക. 4 സിലിണ്ടർ എഞ്ചിൻ ആണ്. ഏകദേശം 13-15 റേഞ്ചിലൊക്കെ നമുക്ക് മൈലേജ് കിട്ടേണ്ടതാണ്. ഫ്രണ്ട് പുതിയ 2 ടയർ കാണുന്നുണ്ട്. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ പവർ വിൻഡോസ്, അതേപോലെ തന്നെ എയർ ബാഗ് സിംഗിൾ വരുന്നുണ്ടാവും. ആഫ്റ്റർ മാർക്കറ്റ് സോണിന്റെ സ്റ്റീരിയോ ചെയ്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇന്റീരിയർ അത്യാവശ്യം നീറ്റ് ആണ്. 2018 മോഡൽ വണ്ടിനെ വെച്ച് നോക്കുന്ന നേരം ഏകദേശം 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. സിംഗിൾ യൂസ്ഡ് ആണ് വണ്ടി വരുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു 2018 ഗ്രാൻഡ് ഐറ്റം മാഗ്ന തന്നെ 390 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ. അതെവിടെ? അത് വണ്ടി കൊടുത്തു. അതെ. ഇത് അതേപോലെ തന്നെ റേറ്റ് ലൈറ്റ് വരുന്നുണ്ടോ ഈ ഒരു വണ്ടിയും? നമുക്ക് നോക്കാം. റേറ്റ് എത്ര ചോദിക്കുന്നത്? റേറ്റ് നമ്മളിപ്പോ ചോദിക്കുന്നത് 4 ലക്ഷമാണ്. റേറ്റ് കുറയും. ഫുൾ ലോൺ ചെയ്യാൻ വേണ്ടി പറ്റേണ്ടതാണ്. കാരണം 18 വണ്ടിക്ക് എന്തായാലും ആ ഒരു വാല്യൂഷൻ വരുന്നുണ്ട്. 395 4.4 വരെ വണ്ടിക്ക് വാല്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ ഫുൾ ലോൺ തന്നെ കിട്ടേണ്ടതാണ്. ക്ലീൻ ആണ് വണ്ടി. നീറ്റ്നെസ് എടുക്കുന്ന ആൾക്ക് വർക്കൊന്നും ഇല്ലല്ലോ. നോക്കുകയാണ്, പക്ക ക്ലീൻ ആണ്.
വേറെ വർക്കും കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിക്ക്. അടുത്ത നമ്മുടെ സ്വിഫ്റ്റ് VXi ആണ്, ഓട്ടോമാറ്റിക് ആണ് ഓപ്ഷൻ വരുന്നത്. ഏകദേശം 76,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എൽഒഎസ് കാണുന്നില്ല, അപ്പൊ VXi ഓട്ടോമാറ്റിക് ആണല്ലേ? അതെ VXi ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, 2018 VXi കിലോമീറ്റർ ഏകദേശം 75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വാറന്റി കൊടുക്കാൻ 6 മാസം വാറന്റി, 3 ഫ്രീ സർവീസും കിട്ടും കേട്ടോ. ഫീച്ചർ സൈഡിൽ ഡ്യുവൽ എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ABS, AMT ഗിയർ ബോക്സ്, 1.2 ലിറ്റർ K സീരീസ് എഞ്ചിനിൽ 15-16 റേഞ്ചിൽ മൈലേജ്. അതെ. റേറ്റ് എത്ര വരുന്നത്? റേറ്റ് നമുക്ക് ഏകദേശം 5,80,000 ചോദിക്കുന്നുള്ളൂ. വെറും 5,80,000. വെറും 5,80,000 ചോദിക്കുന്നത്. റേറ്റ് വ്യത്യാസം ഉണ്ട്, ഇനിയും കുറയ്ക്കാം. വാറന്റി കിട്ടുന്നുണ്ടാവും. വാറന്റി കിട്ടുന്നുണ്ട്, 6 മാസം കിട്ടുന്നുണ്ട്, 3 ഫ്രീ സർവീസ്. ഓരോ ഫ്രീ സർവീസിന് 5,000 രൂപയുടെ അടുത്ത് കോസ്റ്റ് വരുന്നുണ്ട്. ലോൺ ഫുൾ ലോൺ പറയാൻ പറ്റില്ലേ? ഫുൾ ലോൺ ചെയ്യാം നമുക്ക്. ഇതിനായിട്ട് അടുത്തത് S-Cross ആണ്, ഡെൽറ്റ ആണ് ഓപ്ഷൻ വരുന്നത്. ഫസ്റ്റ് ജനറേഷൻ S-Cross ആണ്. ഇതിന് ശേഷം വരുന്നതിൽ നമ്മളെ മെസറാട്ടീനെ ഒക്കെ പോലുള്ള ഗ്രില്ല വരുന്നത്. വ്യത്യാസം വരുന്നുണ്ട്. ഇത് വേരിയന്റ് ഏതാ വരുന്നത്? ഡെൽറ്റ ഓപ്ഷൻ ആണ് വരുന്നത്. സിംഗിൾ യൂസ്ഡ് ആണ് വണ്ടി, ലോക്കാണ്. സിംഗിൾ ഓൺ. ഡെൽറ്റ തന്നെ എൽഒയ്സ് വരുന്നുണ്ടല്ലേ? അതെ. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, സീറ്റയിൽ വരുന്നുണ്ട്. ഇതിൽ ഡ്യുവൽ എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ബാക്ക് സെൻസേഴ്സ്, ഇത്രയും ഫീച്ചേഴ്സ് ആയിരിക്കും മെയിൻ ആയിട്ട് വരുന്നുണ്ടാവുക. ബാക്ക് ക്യാമറ കമ്പനി വരുന്നതാണോ അല്ലെങ്കിൽ എക്സ്ട്രാ ചെയ്തതാണ്? ഓക്കെ. 2015 മോഡൽ അതിനെ കൊണ്ട് വാറന്റി ഒക്കെ കിട്ടുന്നുണ്ടാവും. 6 മാസം വാറന്റി ഉണ്ട്, 3 ഫ്രീ. 15 മോഡലിന് വാറന്റി കിട്ടുന്നുണ്ട്. ഫ്രീ സർവീസ് ഇല്ല, 6 മാസം വാറന്റി കിട്ടുന്നുണ്ട്. 2015 മോഡൽ ഡെൽറ്റ S-Cross ആണ്, ഡീസൽ ആണ്. 1,03,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി ഹിസ്റ്ററി ഉണ്ട്. കമ്പനി ഹിസ്റ്ററി, സിംഗിൾ യൂസ്ഡ് ആണ്, ബോണറ്റ് റീപ്ലേസ്ഡ് ആണ്, കമ്പനി സർവീസ് ആണ്. മേജർ ആക്സിഡന്റ്, ബോണറ്റ് തുറന്ന പാനൽ, റേഡിയേറ്റർ, ഗ്രില്ല് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഹിസ്റ്ററി അവൈലബിൾ ആണ്, ഫുള്ള് പക്കയാണ്. അതെ. എടുക്കുന്ന ആ ഒരു പൈസക്കുള്ള വാല്യൂ എന്തായാലും. ഇത് 1.3 ആണോ 1.6 ആണോ? 1.3 ആണ് വരുന്നത് വണ്ടി. 1.3 ആണ്. 1.3 വരുന്നവർ എങ്ങനെയാലും 18-20 റേഞ്ചിലൊക്കെ മൈലേജ് വരുന്നുണ്ട്. ഹൈബ്രിഡ് അല്ല, അന്ന് ഇറങ്ങിയിട്ടുള്ള മോഡലേ ഉള്ളൂ. പിന്നെ ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും? മാക്സിമം എന്തായാലും ഒരു 4.75-5 ഉള്ളിലായിട്ട് നമുക്ക് ലോൺ ചെയ്യാം. വണ്ടിക്ക് എത്ര റേറ്റ് വെക്കുന്നത്? വണ്ടിക്ക് റേറ്റ് വരുന്നത് 5.30. 5.30. ഇനിയും കുറയും. വേറെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാല് 1,03,000 ഓടിയ വണ്ടിക്ക് ആരും വാറന്റി കൊടുക്കാറില്ല. പക്ഷെ ഈ വണ്ടിക്ക് നമ്മൾ 6 മാസം വാറന്റി കൊടുക്കുന്നുണ്ട്. എല്ലാ സ്പെയർ വരുന്നുണ്ട്, ഇന്റീരിയർ, മറ്റേ ഇലക്ട്രോണിക്സ് ഐറ്റംസ് എല്ലാം ഇലക്ട്രോണിക് ഐറ്റംസ് ടെൻഷൻ ഫ്രീ ആയിട്ട് എടുക്കാം. ആകെ ഒരു നെഗറ്റീവ് റിമാർക്ക് ആ ഒരു ബോണറ്റിന്റെ കാര്യമാണ്. പക്ഷെ അത് കമ്പനി സർവീസ്, കമ്പനിന്ന് മാറിയതാണ്, മേജർ അല്ല. ഇതിനായിട്ട് അടുത്തത് 2018 മോഡൽ സ്വിഫ്റ്റ് VXi ഓട്ടോമാറ്റിക് ആണ് വണ്ടി. നമ്മൾ മുന്നേ കണ്ട സെയിം തന്നെയാണ്. ഇതിൽ കുറച്ച് കിലോമീറ്റർ ഒരു 10,000 അധികം ഓടിയിട്ടുണ്ടെന്നുള്ളൂ. ഓക്കെ. 4 പുതിയ ടയർ കാണുന്നുണ്ട്, ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മറ്റേ വണ്ടിക്ക് സ്പോയിലർ ഉണ്ടായിരുന്നോ? സ്പോയിലർ ഉണ്ടാവുമല്ലോ. ഉണ്ടാവും, സ്പോയിലർ ഉണ്ട്. ബാക്ക് സെൻസേഴ്സ് വരുന്നുണ്ട്. വേറെ ഫീച്ചേഴ്സിൽ ഒന്നും വ്യത്യാസം കാര്യങ്ങളൊന്നും ഇല്ല. ഡ്യുവൽ എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഫുഡ് പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ് എല്ലാം തന്നെ നമ്മൾ നേരത്തെ കണ്ടത് തന്നെ. അപ്പൊ റേറ്റ് എത്ര വരുന്നത്? നമുക്ക് 5.45 വരെ ചെയ്യാട്ടോ. ഓക്കെ. നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ചവിട്ടിട്ട് റേറ്റ് നമുക്ക് കുറയ്ക്കാം. ഓക്കെ. അപ്പൊ ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടോ? ലോൺ ഏകദേശം ഒരു 5.5 വരെ ലോൺ ചെയ്യാം. അടുത്ത നമ്മൾ അൾട്ടോ ആണ് വരുന്നത്, 2021 മോഡല്. പിന്നെ നമ്പർ കാണിച്ച് നിൽക്കുന്നേ ഉള്ളൂ. വണ്ടി ഓൾട്ടോ ആണ്, 800 cc ആണ് വണ്ടി വരുന്നത്. LXi എന്നുള്ള വേരിയന്റ് അല്ലേ? LXi ആണ് ഓപ്ഷൻ വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, ഒരു എയർ ബാഗ്. VXi ആണെങ്കിൽ ഒരു എയർ ബാഗും ഇൻബിൽറ്റ് സ്റ്റീരിയോ ആണ് എക്സ്ട്രാ വരേണ്ടത്. ഇതിലിപ്പോ നിലവിൽ ആഫ്റ്റർ മാർക്കറ്റ് ഒരു സ്റ്റീരിയോ ചെയ്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. KL 78 എന്നുള്ള രജിസ്ട്രേഷൻ ആണ്. വണ്ടി അത്യാവശ്യം നല്ല ഷേപ്പ് കാണുന്നുണ്ട്. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് 1 ഇയർ വാറന്റി, 3 ഫ്രീ സർവീസ് ഒക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. 2021 വാഗൺ, 2021 ഓൾട്ടോ 800 റേറ്റ് എത്ര വരുന്നത്? 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഓൾട്ടോ 800 റേറ്റ് ഏകദേശം നമ്മൾ ചോദിക്കുന്നത് 3.65 ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ചെയ്യാം. 3.60, 3.50 ആയിരിക്കും കസ്റ്റമർ ശരിക്കും പറഞ്ഞാൽ വിലയായിട്ട് വരുന്നത്. 17,000 വാറന്റി, ഫ്രീ സർവീസിലൊക്കെ ആയിട്ട് കോസ്റ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ടോ? നമുക്ക് നോക്കിയിട്ട് ചെയ്തു തരാം കേട്ടോ. ലോൺ വേണമെങ്കിൽ നമുക്കൊരു 3 ലക്ഷം വരെ ലോണും ചെയ്യാം. ഇതിനായിട്ട് അടുത്തത് ഇത് 2019 മോഡൽ ബലേനോ ആണ്, ഡെൽറ്റ ആണ് ഓപ്ഷൻ വരുന്നത്. ഇത് 56 ഏകദേശം 86,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. സിംഗിൾ യൂസ്ഡ് ആണ്. നമ്മൾ ട്രൂ വാല്യൂ വാറന്റി 6 മാസം, 3 സർവീസും എല്ലാം കിട്ടും കേട്ടോ. ഓക്കെ. ഡെൽറ്റ അതിനെ കൊണ്ട് തന്നെ ബാക്ക് വൈപ്പർ, ഡിഫോഗർ, ബാക്ക് സെൻസേഴ്സ്, എൽഒയ് വീൽസ്, സീറ്റലും ആൽഫയിലും ആണ് വരുന്നത്. ഡ്യുവൽ എയർ ബാഗ്, അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഓട്ടോമാറ്റിക് കൺട്രോൾ, AC വരും. IRVM വരുന്നുണ്ടാവും. പിന്നെ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് ഡെൽറ്റയിലേക്ക് വരുന്നവരുണ്ടാവുക. ഇത്രയൊക്കെയാണ് ഫോർഡ് പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ് എന്നുള്ളതിന്റെ കൂടെ തന്നെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നുണ്ടാവുക. വണ്ടിക്ക് റേറ്റ് എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ റേറ്റ് ചോദിക്കുന്ന വെച്ചാൽ
5,90,000 കുറയും കുറയും. പോളിഷ് ചെയ്ത് വെച്ചാലേ? പോളിഷ് ചെയ്ത് വെച്ചാണ്. ഓക്കെ. ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ലോൺ നമുക്ക് ഏകദേശം ഒരു 5,70,000 ആ റേഞ്ചിലൊക്കെ ലോൺ പാസ്സാക്കും. ശരി. അടുത്ത ഡിസയർ ZXi പ്ലസ് ആണ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഏകദേശം 10,000 ഉള്ളിൽ ഓടിയിട്ടുള്ളൂ അഭി. ഓക്കെ. ഏകദേശം ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാല് ഈ വണ്ടിക്ക് ഓൺ റോഡ് റേറ്റ് വരുന്നത് 11,400,000. അപ്പൊ അതുകൊണ്ട് നമ്മൾ റേറ്റ് ഇപ്പൊ വരുന്ന റേറ്റ് വെറും 8,30,000 റേറ്റ് വരുന്നുള്ളൂ. എന്തെങ്കിലും കംപ്ലൈന്റ് ഉള്ളതിനെ, കംപ്ലൈന്റ് വാറന്റി ഉള്ളതിനെ കൊണ്ട് പറയുന്നില്ല, എന്തെങ്കിലും റീപ്ലേസ് ഉള്ളതിനെ കൊണ്ട് അല്ലെ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളതിനെ കൊണ്ട് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് 2028 വരെ വാറന്റി വരെ കിട്ടുന്നത്. 28 വരെ. അപ്പൊ ഒരു പുതിയ വണ്ടി എടുക്കുന്ന പോലെ തന്നെ എടുക്കാൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല, ഇതിന് AMT വണ്ടി ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഓട്ടോമാറ്റിക് അതിനെ കൊണ്ടാണ് പുതിയ വണ്ടിക്ക് 11,000 എടുത്ത് റേറ്റ്. ഓട്ടോമാറ്റിക് ഡിസയർ ഇപ്പൊ 1.2 ലിറ്റർ K സീരീസ് എഞ്ചിനാണ് ഈ ഒരു ഷേപ്പിൽ പുതിയ സെറ്റ് ആയിട്ടുണ്ട്. ഇതിലിപ്പോ മൈലേജ് ഒക്കെ എത്ര പറയാൻ വേണ്ടി പറ്റും? മൈലേജ് ഏകദേശം 17-18 അടുത്ത് എന്തായാലും മൈലേജ് കിട്ടും. മയത്തിൽ തള്ളിയൊരു സൈഡിൽ മതിലൊക്കെ വീണിക്കുന്നത് കിട്ടുമോ? ഉറപ്പാണ്. യൂസർ റിവ്യൂസ് ആണോ അല്ലെങ്കിൽ ലോങ് ഡ്രൈവിൽ എന്തായാലും ഒരു 18 വരെ മൈലേജ് കിട്ടുന്നത്? ശരാശരി 15 തന്നെ പറയാൻ പറ്റും. അതെ. ഓക്കെ. എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടാവോ? ഇതിൽ ഓൾറെഡി എല്ലാ ആക്സറീസും കാര്യങ്ങളൊക്കെ ഫിറ്റ്മെന്റ് എല്ലാം ചെയ്തു വെച്ചാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ടാവും. എയർ ബാഗ്സ് 2 എന്തായാലും ഉണ്ട്. പിന്നെ ക്യാമറാസ്, അതേപോലെ തന്നെ ബാക്ക് സെൻസേഴ്സ്, OE വീൽസ് വരുന്നുണ്ട്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ സീറ്റ് കവർ വരുന്നുണ്ട്. അതിനുപരിയായിട്ട് 2028 വാറന്റി കിട്ടുന്നുണ്ട്, ടെൻഷൻ ഫ്രീ ആണ്. ഇനി ഞാൻ വേറെ കാര്യം കൂടെ ചോദിച്ചോട്ടെ, മാരുതിയുടെ 3 ഫ്രീ സർവീസും ഈ ഒരു വണ്ടിക്ക് നമുക്ക് കിട്ടൂലേ? തീർച്ചയായും കിട്ടും. പുതിയൊരു വണ്ടി എടുക്കുന്നതിനേക്കാളും ലാഭമാണോ ഈ ഒരു ഡിസൈൻ? തീർച്ചയായിട്ടും. ഒരുപാട് വ്യത്യാസമില്ല റേറ്റിന്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ. 3 ലക്ഷം രൂപയുടെ അടുത്ത് വ്യത്യാസം, പഴയ ഷേപ്പ് ആയിട്ട് വ്യത്യാസം വരുന്നുണ്ട്. ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ലോൺ നമുക്ക് ഏകദേശം ഒരു ഫുൾ ലോൺ തന്നെ വേണം നമുക്ക് ചെയ്തുതരാം. അടുത്തത് ബ്രസ VDI ആണ്, 2018 മോഡലാണ്. വെറും 43,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. ഉള്ളതാണോ? അവൈലബിൾ ആണ്. സിംഗിൾ യൂസ്ഡ് ആണ് വണ്ടി. റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. സിംഗിൾ യൂസ് ആണ്. ലോ കിലോമീറ്റർ തന്നെയല്ലേ? അതെ. വീഡിയോ ഓപ്ഷൻ ആണോ VDI ആണോ? അത് VDI ആണ്. VDI ആണ്. ഡീസൽ ഒരു 43 കിട്ടാൻ ഇപ്പോഴത്തെ കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും. പക്ക ലോ കിലോമീറ്റർ ആണല്ലോ. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ, പവർ വിൻഡോസ്, പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC ഉണ്ടാവില്ല, സ്റ്റിയറിംഗ് കൺട്രോൾസും ഉണ്ടാവില്ല, പക്ഷേ ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ടാവും. പുതിയൊരു വണ്ടീനെ മണം മാറിയിട്ടുണ്ട്. 5-6 കൊല്ലമായല്ലോ. ബ്രസ VDI 43,000 കിലോമീറ്റർ. ആ കിലോമീറ്റർ തന്നെയാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. വാറന്റി കൊടുക്കാൻ പറ്റുന്നുണ്ടാവും? 6 മാസം വാറന്റി ഉണ്ട്. 3 സർവീസ് ഉണ്ട് മാരുതിയുടെ. അപ്പൊ റേറ്റ് ഒക്കെ എത്ര വരുന്നുണ്ടാവും? നമുക്ക് 8.30 നമ്മൾ ചോദിക്കുന്നുള്ളൂ. വണ്ടി നെഗോഷ്യബിൾ ആണ്. ആ കിലോമീറ്റർ ഓടിയതിനെ കൊണ്ടുള്ള രീതിയിലാണ് ആ വിലയിലേക്ക് എത്തിയല്ലേ? സാധാരണ ബ്രസ കാണാറുണ്ട്. സാധാരണ നമ്മളെടുത്ത് വരുന്ന വണ്ടി വെച്ചാൽ 1 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടികളൊക്കെയാണ് സാധാരണ വരല്. ഇതാകെ 43,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതിനെ കൊണ്ട് വലിയ വില കൊടുത്തിട്ടുണ്ടാവും. വരുമല്ലോ, സ്വാഭാവികം. ഇപ്പം കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് എല്ലാം പ്രോപ്പർ മെയിൻ്റെനൻസ് എല്ലാം ചെയ്തിട്ടുണ്ട്. സർവീസ് ഹിസ്റ്ററി എടുക്കുന്ന ആൾക്ക് വർക്കും കാര്യങ്ങളൊന്നും ഇല്ല. ലോ കിലോമീറ്റർ വണ്ടി ആണെങ്കിൽ കൂടെ റീപ്ലേസ് ഒന്നുമില്ല. ലോണൊക്കെ എത്ര പറയാൻ പറ്റുന്നുണ്ടോ? ലോൺ നമുക്ക് ഏകദേശം ഒരു 7.25 റേഞ്ചിൽ നമുക്ക് ലോണും ചെയ്തു കൊടുക്കാം. പുതിയ ബ്രസ LXi ഒക്കെ വരുന്നുണ്ട്. അപ്പം റേറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 9,000 റേഞ്ചിലാണ്. 9,000 റേഞ്ചിൽ വരുന്നുണ്ട്. പക്ഷേ ഡീസൽ ആയിട്ട് ഒരുപാട് അന്തരം വരുന്നുണ്ട് പുതിയ വണ്ടിക്കാണെങ്കിൽ കൂടെ. അടുത്ത ബലേനോ ആണ്, 2022 മോഡൽ, 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആകെ. അതായത് ഇതിൽ വരുന്ന വേരിയന്റ് പറഞ്ഞാൽ അൽഫയാണ്. ഫുൾ ഓപ്ഷൻ ആണ്. ഇപ്പൊ വരുന്നതിൽ 360 ക്യാമറ എല്ലാം വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം എക്സ്ട്രാ ആയിട്ട് ഒന്നും ചെയ്യണ്ട. സ്റ്റാർട്ട് സീറ്റിൽ വരാത്ത 360 ക്യാമറ, 9 ഇഞ്ച് ഡിസ്പ്ലേ വരുന്നുണ്ട്. ഏതിന്റെ ഡിസ്പ്ലേ? ഇതിന്റെ കമ്പനി ഏതാ? പോട്ടെ, എനിക്കും അറിയില്ല. ബാക്ക് വൈപ്പർ, ഡീഫോക്കർ, ബാക്ക് സെൻസേഴ്സ്, ബാക്ക് ക്യാമറ, ഇങ്ങനത്തെ ഒരു എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ന്യൂ ഷേപ്പിൽ വരുന്ന വണ്ടിയാണ്. 2022 ഫേസ് ലിഫ്റ്റ്. ഇതിൽ മറ്റേ ഹെഡ്സപ്പ് ഡിസ്പ്ലേ ഒക്കെ വരുന്നില്ലേ? ഹെഡ്സപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് ഗ്രില്ലിൽ ചേഞ്ച് ചെയ്യണം. KL18 വടകര രജിസ്ട്രേഷൻ ആണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? ഏകദേശം 17,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 17,000 കിലോമീറ്റർ, ഡീസന്റ് കിലോമീറ്റർ ആണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഫ്രഷ് വണ്ടി. പുതിയ വണ്ടിക്ക് റേറ്റ് 12, ഏകദേശം 12 റേഞ്ചിൽ വരും. ഓക്കെ. അപ്പം ഈ വണ്ടിക്ക് എത്ര ചോദിക്കുന്നത് ഇവിടെ? ഇത് നമ്മൾ ചോദിക്കുന്നത് 9 ലക്ഷമാണ് ചോദിക്കുന്നത്. ഇത് ഏകദേശം നമുക്ക് ലോൺ ഏകദേശം ഒരു 8.5 ആ റേഞ്ചിലൊക്കെ നമുക്ക് ലോൺ എടുക്കാം. ഫുൾ ലോൺ കയറാൻ പറ്റും. ലോണ് പ്രൊഫൈൽ ഉള്ളവർക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ. 22 മോഡലല്ലേ? അതെ അതെ. ഓക്കെ.
അപ്പോൾ നമ്മൾ വീഡിയോ നമ്മളോട് റാപ്പിയാണ്. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ട്രൂ വാല്യൂയിലുള്ള അത്യാവശ്യം നല്ല അടിപൊളി വണ്ടികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോൺടാക്ട് നമ്പർ നേരെ താഴെ ഫസ്റ്റ് കമന്റ് ബോക്സിൽ സ്ക്രീനിൽ എല്ലാം തന്നെ കൊടുക്കുന്നുണ്ടാവും. വണ്ടികളുടെ മാക്സിമം റേറ്റ് കാര്യങ്ങളെല്ലാം ഇവർ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവരെ വിളിച്ചിട്ട് ലോണ് വാറണ്ടി ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാവുന്നതാണ്. മാക്സിമം കഴിയുന്ന ഡീറ്റെയിൽസ് എല്ലാം തന്നെ വീഡിയോയിൽ കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ കാണുന്ന ഒരു അബി സൈനിങ് ഓഫ്. അഡിയോസ്.